ഡൽഹി വീഡിയോ സീരീസിന്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം ഗേസ്. ഞാനിപ്പോൾ ഉള്ളത് സരോജിനി നഗറിലാട്ടോ. സരോജിനി മാർക്കറ്റിലേക്ക് പൊക്കോണ്ടിരിക്കാണ് ഞാൻ ശ്രീയും. എന്തൊരു സൗണ്ടാണ് പണ്ടറകാലം ഗേസ്. നമ്മള് നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഓടിച്ചു. 30 രൂപയ്ക്ക് മെട്രോ കയറിയിട്ട് സരോജിനി നഗറിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് 3-4 ഷോപ്പൊക്കെ ഉള്ളൂ. ഞങ്ങള് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അവിടെ ഫോൺ അലൗഡ് ഇല്ല. അപ്പോൾ ഒരു പട്ടാളക്കാരൻ വന്ന് പറഞ്ഞു കേട്ടോ, ഫൈൻ വീഴേണ്ടതാണ്. പക്ഷെ ഞങ്ങൾ ശ്രീയത് പറഞ്ഞ് ഡീലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊന്നും എടുത്തില്ല. ഞങ്ങൾ പുറത്ത് വന്നിട്ട് ആണ് ഇപ്പോൾ എടുക്കണം കേട്ടോ. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെയാണ് കേട്ടോ. 100 രൂപയ്ക്ക് ജാക്കറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ എന്തൊക്കെയോ ട്രൗസറും അതും ലേഡീസിൻ്റെ ഡ്രസ്സുകളും എല്ലാം ഉണ്ട് കേട്ടോ. ലാഭമാണ്, നല്ല തിരക്കുണ്ട്. എന്തായാലും നമ്മൾ സരോജിനി മാർക്കറ്റ് ഒന്നും നമുക്കില്ലേ, ഓൾറെഡി നമ്മളെ ബാഗ് 2 പേരുടെ ബാഗ് ഫുള്ളാണ്. അപ്പോൾ വേറൊന്നും നമുക്ക് സാധനം മേടിക്കാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റെന്ത് ഞാനിങ്ങനെ പറയാതിരുന്നേ, അതായത് നമ്മൾ എങ്ങനെ ഷോപ്പ് ചെയ്യും? ബാഗ് ഫുള്ളല്ലേ, പൈസ നമുക്ക് പ്രശ്നമല്ല. ഓക്കെ, വെരി വെൽക്കം വെൽക്കം. പക്ഷെ കുട്ടികളൊന്നും സമയമില്ല. ഇതാരിത്? ഞാൻ ഷൂട്ടില്ല. ഞങ്ങള് ഫുള്ള് പോയി. ഞങ്ങളില്ല, ഫുള്ള് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ഇപ്പൊ പറയുന്നില്ല, ഫുള്ള് ലാഗ് ആവും. ബാ മച്ച പോയിരാ സരോജിനി മാർക്കറ്റ് പോയിരാ. നമ്മൾ വന്നോണ്ടിരിക്കുമ്പോഴേ 2 മലയാളി ടീമിനെ കിട്ടിയടാ. അതായത് നമ്മൾ 2 പേരും നടന്നോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഒരാള് ബാക്കിൽ നിന്ന് വിളിക്കണ്. ഞാൻ വേറെ ആരെ വിളിക്കണത് നോക്കുമ്പോ ഒരു പെണ്ണ് എറണാകുളത്തെ. എന്നെ ആളെ എക്സാം പോലും നമ്മളതായത് നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നവര് മലയാളിയാണോ എന്ന് വെച്ചിട്ട്, മലയാളിയാണോ ഒരു എക്സൈറ്റ്മെന്റ് ആണോ ആളോ. ഞങ്ങൾക്ക് എന്താ പോലെ, അതായത് ഭയങ്കര ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള മോമെന്റ് കേട്ടോ. ഹംസയോ എന്തോ അങ്ങനെ എന്തോ ഹംസയോ കപ്സയോ അങ്ങനെ എന്തോ പേരെന്തോ അല്ല, ഹിന്ദുവാണ്. ഭയങ്കര അവരെന്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷയിക്കാനൊക്കെ വന്നു. ആളുടെ കൂട്ടുകാരികളുണ്ട് കേട്ടോ. അത് വേറെ മലയാളീസ് അല്ല, ഹിന്ദിക്കാരൊക്കെയാണ്. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് അത് ഞങ്ങള് കൈയെടുത്ത് പിരിഞ്ഞു. അതെ അതെ. പക്ഷെ പറഞ്ഞോട്ടെ, ഇനി ഞങ്ങൾ മലയാളികൾ ആരെയും കിട്ടുമെന്ന് കയറി നോക്കട്ടെ. എന്തായാലും കിടിലമായി കേറൊക്കെ പൊളിക്കുന്നു. ഇതാണ് സരോജിനി മാർക്കറ്റിന്റെ എൻട്രി ആട്ടോ. അത് അവിടെ മുതലേ മൊത്തം ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഇതാണ് മെയിൻ എൻട്രി. പോലീസിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അകത്തോട്ട് കയറാൻ പോകുന്നത്. ഞങ്ങൾ ഇതുവരെ എടുത്തില്ല കാരണം എല്ലാവരും വന്നിട്ട് നമ്മളെ അടുത്തേക്ക് വന്നിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെക്കാണ്. അപ്പോൾ ഞങ്ങൾ മൊബൈൽ 2 പേരുടെ കയ്യിൽ ഐഫോൺ ആയതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ എടുക്കാം. എന്താ ആലോചിച്ചിട്ട് എടുക്കുക വേണ്ട, പേടിയാണ് വേണ്ട. മൊബൈലൊക്കെ തട്ടിപ്പറിച്ചാലും കൂടി വിട്ടില്ലല്ലേ. എന്റെ മക്കളെ ഇവിടെ നിന്നും ഫോൺ എടുക്കാൻ കൂടി പേടിയാണ് പണ്ടാണെങ്കിൽ. അത് എന്ത് ഒന്നും പറയണ്ട. ഇവര് ഷോക്ക് തന്നെ ഇപ്പം. ഇവിടെയുള്ള കുറെ സാധനം ഉണ്ട് കേട്ടോ. 200, 250, 150. 150 ഇതെല്ലാം 150 രൂപ നഷ്ടം വെച്ചാ. അതെ, നാട്ടിൽ വരും. പിന്നെ ഡൽഹി വണ്ടി എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് 650 രൂപ കിട്ടീനി. അതിന് നാട്ടിലുണ്ടല്ലോ 300 രൂപ കിട്ടല്ലോ മറ്റേ മുട്ട തരുമല്ലേ. ഞാൻ വീട് ഉണക്കിയപ്പോ തന്നെ നിങ്ങളെ വരുന്നത്. ഇതെന്ത് എനിക്കറിയില്ല ചാ. ഗൈസ് കൊറേ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ഫോൺ എടുക്കാൻ എന്നെ പിടിച്ചു വെച്ചാൽ ദേഷ്യം വരെ എനിക്ക്. 200 ഇതിനകത്ത് 5 200 5 കൊടുക്കുക. 200 ഈ ഷർത്തന്നെ ചെറുത്തിൽ കിട്ടുമല്ലോ 5 200 രൂപക്ക്. ഗൈസ് ഒന്നാമത് കുറെ നല്ല വലിപ്പുണ്ട് കേട്ടോ ഈ സരോജിനി പറഞ്ഞിട്ട്. ഇങ്ങനെ നീണ്ട് കിടക്കാണ്. ഇതിന്റെ അറ്റം മൂലമൊന്നും അറിയുന്നില്ല. പിന്നെ എനക്കത് എന്നെ അവിടെ പിടിച്ചു വെച്ച് ദേഷ്യമൊന്നും വരുന്നില്ല. അതെ 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 അതെ. കേരള സരോജിനി മാർക്കറ്റ് കിട്ടും. ഇതിനേക്കാളും വലുതുണ്ടല്ലോ കുമ്പള മാർക്കറ്റ്. മലയാളീസാ ഇത് പിടിച്ചു വെക്കുന്ന കേസ്. അതാണ് ശോകം. എന്നെ പിടിച്ചെല്ലാം വെച്ചിട്ട് പക്കലടിച്ചു. പിന്നെ അവൻ പറയുന്നത് 1000 രൂപ ഈ ബാഗിന്. അത് അടുത്ത കോമഡി. ഇത് കാണിച്ചു തരാം. കണ്ണാടി തച്ച
ഈ ബാഗിന് 1500. ആ ചങ്ങ ഇട്ട ബാഗിന് 1000 റുപ്യ. ഇതിന് എന്താണ് ശരത്തന്റെ ഇത് ശരത്തന്റെ ചെറുത്തൂര് കിട്ടുന്ന 300 രൂപ കിട്ടുന്ന ബാഗാണ്. എന്തല്ലോ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക കൈസ്. അതാണ് പ്രശ്നം. ഇങ്ങനെ അടുത്തോണ്ട് വന്നോണ്ടിരിക്കണേ. ഒരു തരത്തിലല്ല സമ്മാനം കിട്ടുന്നില്ല. ഷോക്കാണ്. ട്രൈപ്പോഡ് എടുത്തിട്ട് പോവും. നിർമ്മല സൂക്ഷിക്കണം. അജാതി കാട്ടുള്ള മലയിലുള്ളത്. ഇതിനേക്കാൾ നല്ല മുട്ട തരുവാനപ്പാ. വെറുത്തു ഞാൻ ബാബാ. ഇവിടെ ചില സ്ഥലത്തൊക്കെ നല്ല വെറുത്താട്ടോ. എല്ലായിടത്തും അല്ല, ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയ പൈസക്ക് 100 രൂപയ്ക്ക് 80 രൂപയ്ക്കൊക്കെ. അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ അകത്തോട്ട് കയറിയ ഷോക്കാണ്. ഈ 300 രൂപ കിട്ടിയേക്കണ്. ചിലടത്ത് ഓക്കെയാണ്, ചിലത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ചിലമാര് പറ്റിക്കലാണ്, ചിലമാര് കുഴപ്പമില്ല. ഇതാർന്ന് ഇതിനൊരു അവസാനില് തീരുന്നില്ല കേസ്. ഇങ്ങനെ എപ്പോഴൊക്കെയാലും തന്നെ നമ്മള് വെറുത്തുപോയി. അതായത് ബാഡ് അടിച്ച് 150 100 ഓൺലൈൻ ഉണ്ട്. 100 ഷോപ്പിലുണ്ട്. ഞാൻ 50 രൂപ തന്നെ. അതായത് തണുപ്പിനകറ്റുള്ളതൊക്കെ ഉണ്ടല്ലേ. 98 40 50 റുപ്യ 70 റുപ്യ. ഇതിന് വേണ്ട, ഇതെല്ലാം കൊള്ളട്ടാ. പക്ഷെ ഇതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ആ 100 റുപ്യ ഇതൊക്കെ ഇത് നൈസ് ഉണ്ടല്ലേ. ഇത് നൈസ് ഉണ്ട്. എന്തൊക്കെയോ ഒരു ഓൾഡ് സ്റ്റോക്കിലൊക്കെ ഇടാണ് പഴയതെല്ലാം. കൊള്ള കേസ്. സ്ക്രാച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഡിസ്ക് വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളിഞ്ഞിട്ടുണ്ട് സാധനം. പക്ഷെ ജീൻസ് ആണല്ലോ വെച്ചിട്ടുണ്ട്. അവിടെ 3 യൂട്യൂബ് ചാനൽ പറഞ്ഞു. എന്നോട് യൂട്യൂബറാണ് നമുക്ക് ചോദിക്കുന്നുണ്ട് ചിലര്. ഞാൻ പറഞ്ഞ വലിയ യൂട്യൂബറാണ് കേരളത്തിലെ മല മറിക്കുന്ന യൂട്യൂബറാണ് പറഞ്ഞു. നല്ല മറക്കുന്ന ദേഷ്യപ്പെടുന്ന മൊത്തത്തിൽ. മച്ചന് വല്ല ആവശ്യം ഉണ്ടായാ ദൈവമേ മൊത്തം പെട്ട്. ഒരാളോട് ശ്രീവായി പറഞ്ഞാണ് യൂട്യൂബർ. പിന്നെ എല്ലാം ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഇവിടെ നല്ല സംഭവമൊന്നുമില്ല. ഓ നമ്പറൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ 95 കണക്ഷൻ 95 വേണം. എന്റെ മോനെ പട്ടിയുടെ മുന്നിൽ പോയിട്ട് രസമായിരിക്കും ഷോട്ട്. എന്റെ മോൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ട മോൻ. എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സിന് കിട്ടി ഗൈസ്. ഞാൻ നടന്നിട്ട് ബുദ്ധിമുട്ടി ചായന്റെ പക്ഷെ 2 പേര് കഴിച്ചു കൊടുത്തല്ലേ. ഐഫോണിന്റെ മറ്റേ ഇതാണ് എയർപോർട്ടാണ് കൂടുതൽ ഒറിജിനല്. അയ്യോ 150 300 എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം വന്നേരന്നെ. ആ ഓക്കെ ബ്രോ. ഇത് കുറേ മണ്ടേശ്വര വന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിലേക്ക്. അതെയോ? നോ നോ ബ്രോ, താങ്ക് യു. അപ്പ ഏത് വൈബനപ്പാ. 550 പെർ പീസാ മച്ചാ. ഒന്ന് കാണിച്ചേ. ഇടി കൊണ്ടേ പോവുള്ളൂ മച്ചാ. അല്ല 550 രൂപ ടീഷർട്ട് 550 രൂപ 5 എടുക്കാലോ. 100 രൂപ 150 രൂപ. ഇശ്ര മച്ച ഇത് നമ്മളോട് ചോദിച്ചെങ്കിലേ മച്ച ആൾക്കാർ ചോദിക്കൂലേ എന്താ കൊണ്ടുവരാത്തെന്നെല്ലാം.
ഇവരോട് എന്ത് പറയും? അതെ അതെ, നിങ്ങളടുത്ത് ഒന്നേ പറയാനുള്ളൂ, ഇതുപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് എടുത്തോ. ഇവിടെ ഷഡ്ഡി വന്നത് വ്ളോഗ് എടുക്കാനാണ്. അതെടുത്തിട്ട് 2 ഷഡ്ഡി വാങ്ങിച്ച് പോവാ, അതിന് കൂടെ പറ്റുന്നില്ല. അത്രയാണ് ചെയ്യുവോ ഇത്. ഈ സരോജിനി മാർക്കറ്റിൽ വന്നാൽ ഫസ്റ്റ് ഇതെല്ലാം ഇത് വന്ന് കുടിക്കാം കേട്ടോ, മസാല ലൈം സോഡ. മസാല ലൈം സോഡ കുടിക്കുകയാണ്, മസാല സോഡ കുടിക്കണം നല്ലത്. കാരണമല്ലേ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിൽ പെടണം. മച്ചാൻ പറ്റി, ഞാൻ പിന്നെ കുറച്ചൊരു ഐഡിയ കളിച്ചതുകൊണ്ട് ഞങ്ങൾ 2 പ്ലെയിൻ സോഡ ഞാൻ പറഞ്ഞില്ല. അപ്പൊ മച്ചാൻ നീ കുടിച്ചു നോക്ക്, മറ്റേതെല്ലാം നമ്മളെല്ലാം സെയിം എടുക്കുന്നുണ്ട്. അതെ അതെ അതെ, കഴപ്പല്ല. ഞാൻ പറഞ്ഞ ഇതൊരു വൃത്തിയിട്ടതാണ് കേട്ടോ, പാനിപ്പൂരിയുടെ മസാല ഇട്ടിട്ട് തന്നെയാണ് പ്ലെയിൻ സോഡ പോലെ. ഇത് പ്ലെയിൻ സോഡ, ഇത് നമ്മളെ നോർമൽ നാട്ടിലുള്ള സോഡ. വയറിളക്കാൻ കൺഫേം വന്നിട്ടുണ്ട്. ചോറ് മെഴുകി ഞാൻ ഇപ്പൊ വയറിളക്കി കഴിഞ്ഞാൽ പോലും പണിയാണ്, അതിനും പൈസ വേണം. 20 രൂപ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതിന്റെ ധൈര്യത്തിൽ ഞാൻ അതുകൊണ്ട് ഒരു പേടി മേടിക്കണ്ട. ടാബ്ലറ്റ് നമ്മള് 450 രൂപയുടെ ടാബ്ലറ്റ് മേടിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ തോന്നില്ലടാ. നമ്മൾ ബ്രെഡൊക്കെ വെച്ചിട്ട് 500 രൂപ ടാബ്ലറ്റ് അടിച്ചു പറയുമ്പോ സത്യമാണ് ഗൈസ്, അത് സത്യമാണ്. ഞാൻ പറയാം, ഞാൻ ബില്ല് കാണിച്ചു തരാം. നമ്മള് കാണിച്ച് കൊടുക്കേണ്ടി വരും ബില്ലല്ല ഗൈസ്. ഇതാണ് കണ്ടാ, ഇവിടെ ആരും വരുന്നിട്ടാ, നല്ല സാധനമാണ് കണ്ടാ. എല്ലാരും വരണം കേട്ടോ, വരുന്നത് കിട്ടില്ല. അടിപൊളി എല്ലാരും വരിക, ചെറിയ പൈസ ഉള്ളൂ, 60 ഗൈസ് കേട്ടോ. നമ്മളെ മോമോസ് ഉണ്ട്, ലൈം ഉണ്ട്. 50 രൂപയാണ് ഒരു ഗ്ലാസ്സിന്, അതായത് 100 രൂപ കൊടുത്തു നമ്മള് ചെറിയ ഗ്ലാസ്സിന്. ഇത് ഇങ്ങനത്തെ ഊമ്പിയ സാധനം ഇത് ലൈഫ് ടൈമിൽ കുടിച്ചില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരരുത് കേട്ടോ, വേറെ ഏത് കടമാണ് പൊക്കോശാട് വരരുത് ഗൈസ്. നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയി തിരിച്ച് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി കേട്ടോ. എന്താ പറയുക, എന്താ മാർക്കറ്റ്, ഇതുപോലെ തീട്ടപ്പുറം ഞാൻ ലൈഫ് ടൈം കണ്ടിട്ടില്ല. എന്തെന്നാ പറയുക ഗൈസ്. തിരിച്ച് ആ വ്ളോഗിലുണ്ട്, നിങ്ങൾ ആ വ്ളോഗിലും കാണാം. എന്നാലും നിങ്ങൾക്ക് 2 വ്ളോഗ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിലാണ് കൂടുതലുള്ളത്. എന്താണ് ശ്രീനെ വലിച്ചോണ്ടൊക്കെ പോകുന്നത് ഒരുത്തൻ. എന്നിട്ട് പിന്നെ അവര് മറ്റേ ഷോപ്പിന്റെ പേര് പറയണം, ഓന്റെ പേര് പറയണം, ഓരോ കുടുംബ പേര് പറയണം. പക്ഷെ എനിക്ക് 2 സബ്സ്ക്രൈബറെ കിട്ടി. സബ്സ്ക്രൈബർ കിട്ടി. എടുക്കുന്ന ചാനലൊന്നും ഉണ്ടായി. അവന്മാര് അതൊക്കെ ചോദിച്ചു. എന്ത് പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ നമ്മള് ഷൂട്ട് ചെയ്യാത്ത ഇത് ഭയങ്കര തിരക്കാണ്. പിന്നല്ലേ സേഫ്റ്റി ഒന്നും ഇല്ല. പലരും നമ്മൾ പോകുമ്പോൾ വയ്ക്കുന്നത് ഫോൺ ഇതൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന്. അപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ട്, ഇത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പോകുന്നുള്ള പേടി. നമ്മൾ സാധനം മേടിക്കാനൊക്കെ പോയതാണ് കാര്യമായിട്ട്. ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോ എനിക്കെന്ത് കൊണ്ടുവന്നില്ല, ഇപ്പൊ എല്ലാവരും ചോദിക്കും അവിടെ പോയിട്ട് എന്ത് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ അടിപൊളി എടുത്തില്ല. പിന്നെ അങ്ങനെ അതിനുള്ള സമയവും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരിങ്ങനെ പിടിച്ച് നിർത്തിയിട്ടൊക്കെയാണ് നമ്മളെ എന്നെ പിടിച്ചൊക്കെ നിർത്തി. ബെൽറ്റ് ഉറപ്പുണ്ടാ കഴുത്തിലൂടെ കെട്ടിട്ടുണ്ട്, മുറുക്കാൻ നോക്കുന്നു. ഭയങ്കര ദേഷ്യമൊക്കെ വന്ന് നമുക്ക് നല്ലത് കണ്ടപ്പോഴും നമ്മളെ വേണ്ട വിട്ട് പോവാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ആ മലയാളത്തിൽ കണ്ടോ, മലയാളത്തിൽ അടിപൊളിയാണ്. നമ്മള് ചെക്കന്മാരായാലും മലപ്പുറം ചെക്കന്മാര് ശ്രീയുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോ തന്നെ ചിരിക്കും. അപ്പൊ നമ്മളെ മലയാളി കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി, ഫസ്റ്റ് ചിരി കാണുമ്പോ തന്നെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. 8 പേര് കണ്ടു മൊത്തത്തിലൊരു 8 പേര്. അത് വൈബാ, നല്ല രസമുണ്ട്. ഹൈലൈറ്റ് ആ പെൺകുട്ടി വന്നിട്ട് ഇങ്ങോട്ട് സംസാരിച്ചായിരുന്നു. അത് നൈസായിരുന്നു, കിട്ടില്ലേ. കാരണം നമ്മളൊന്നും ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് അങ്ങോട്ട് കയറിയിട്ട് പോയി മിണ്ടാൻ പോകുന്നില്ല. നമ്മള് ചിലപ്പോ കണ്ടാലും നമുക്ക് മടിയായിരിക്കും മിണ്ടാനൊക്കെ. ഇത് നേരെ മലയാളിയാണ്. നേരെ ഞങ്ങൾ നടന്നു പോകുമ്പോ തിരിച്ച് അവിടെ നിന്ന് വന്നിട്ട് മലയാളിയാണോ എന്ന് എന്നിട്ട് വന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്ന എറണാകുളത്തായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ വെച്ച് കാണട്ടെ, അല്ലാതെ എന്താ പറയാ. കൊറേ പേരുണ്ടായിരുന്നു, അവര് ഫ്രണ്ട്സ് 6 പേരുണ്ടായിരുന്നു. നമുക്ക് മിണ്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്നും മിണ്ടിയാണ്. അയ്യോ എന്റെ കൈ വേനൊക്കെ ഫ്ലൈറ്റ് എവിടെ വീട്ടിൽ എവിടെ ആ പോയിട്ട് പറ്റിച്ചാണ്. എന്റെ കൈ വേദനിക്ക് അല്ല കൈ വേദനിക്കുന്നത്. ഇതൊക്കെ റെക്കോർഡാണോ? ആ റെക്കോർഡായി റെക്കോർഡ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരക്കിട്ടെ. നമ്മൾ അടുത്ത എവിടെ നിന്നൊന്നും അറിയില്ല. നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോട്ടെ. സമയമില്ല ഒന്നും. അത് ഒരു 2 സ്ഥലങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ കവർ ചെയ്യട്ടെ. ബൈ ബൈ ബൈ. അപ്പോൾ യെസ് ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. ഇനി പാർട്ട് 3 ആയിട്ട് വരാം. വലിയ ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണൂല്ലേ. പിന്നെ എന്ത് അല്ല നമ്മളത് മതി, ചെറിയ രീതിയിലൊക്കെ കാണണ്ടേ. ആ വീഡിയോ ചെക്ക് ചെയ്താൽ വീഡിയോ അക്കൗണ്ട് കയറി ചെക്ക് ചെയ്യുക, ഇതും ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഓ കൈ